ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാം ഓരോരുത്തരുടെയും ഭാവി നിർണ്ണയിക്കുന്നതാകുമെന്ന കുന്നംകുളത്തെ റാലിയിൽ പ്രധാനമന്ത്രി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ രണ്ടാംഘട്ട പ്രചാരണം ആരംഭിച്ചു. വന്യമൃഗശല്യം പ്രധാന വിഷയമെന്ന റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധി. LDF പ്രചാരണത്തിനായി മുഖ്യമന്ത്രി തൃശൂരിൽ. സംസ്ഥാനത്ത് അസന്നിഹിത വോട്ടർമാർക്കായുള്ള വീട്ടിൽ വോട്ട് നടപടിക്ക് തുടക്കം. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലി ചരക്കുകപ്പലിലെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇറാനുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ മാത്രമല്ല, നാം ഓരോരുത്തരുടെയും ഭാവി നിർണ്ണയിക്കുന്നതാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃശൂർ കുന്നംകുളത്ത് NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുതുവർഷം കേരളത്തിന് വികസനത്തിന്റെ വർഷമായിരിക്കുമെന്നും കേരള രാഷ്ട്രീയത്തിൽ വളരെ വലിയ മാറ്റം കാണാനാകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങൾ ഇനി LDFനെയും UDFനെയും പിന്തുണയ്ക്കില്ലെന്നും ശ്രീ മോദി പറഞ്ഞു. കേരളത്തിൽ 73 ലക്ഷം പേർക്കാണ് ഇതുവരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഫലങ്ങൾ ലഭ്യമായത്. 70 വയസ്സ് പൂർത്തിയായവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി ചികിത്സ ലഭ്യമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. BJPയുടെ പ്രകടന പത്രിക രാജ്യവികസനം ലക്ഷ്യമിട്ടുള്ളതാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ പാരമ്പര്യത്തെ അന്തർദേശീയവൽക്കരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. फैसले लेने का चुनाव है. ये चुनाव आपके उज्जवल भविष्य की गारंटी के लिए चुनाव है. ये चुनाव आपके बच्चों के उज्जवल जीवन के लिए गारंटी देने का चुनाव है. മലയാളത്തിലാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. വിവിധ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിയുടെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 11:20ഓടെയാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നംകുളത്ത് പ്രചാരണത്തിനെത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണ്ഡലം NDA സ്ഥാനാർത്ഥി V. മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുയോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തോട് അനുബന്ധിച്ച് ഇന്ന് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി എത്തുന്ന തിരുവനന്തപുരം കാട്ടാക്കടയിൽ രാവിലെ 10 മണി മുതലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കാട്ടാക്കടയിലേക്കുള്ള മുഴുവൻ റോഡുകളും അടയ്ക്കും. വാഹനങ്ങൾ കടത്തിവിടില്ല. പാർക്കിംഗും അനുവദിക്കില്ല. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വയനാട്ടിൽ തുടക്കമായി. രാവിലെ തമിഴ്നാട്ടിലെ നീലഗിരിയിലെത്തിയ രാഹുൽ ഗാന്ധി കോളേജ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. തുടർന്ന് ബത്തേരിയിൽ നടന്ന റോഡ് ഷോയിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തു. കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസിന് അധികാരമില്ലാത്തതിനാലാണ് വയനാട് അവഗണന നേരിടുന്നതെന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു. വന്യമൃഗശല്യം ഒരു പ്രധാന വിഷയമാണ്. അത് പരിഹരിക്കാൻ അത്ര എളുപ്പമല്ല. എന്നാൽ വയനാട്ടിലെ മെഡിക്കൽ കോളേജിന്റെ കാര്യം പരിഹരിക്കാൻ എളുപ്പമാണ്. അക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന UDF റാലിയിലും പൊതുസമ്മേളനത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. പ്രചാരണത്തിനായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ മാസം 20-നും ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി 22-നും കേരളത്തിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് തൃശൂരിൽ നടക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ഇരിങ്ങാലക്കുടയിലാണ് ആദ്യ പരിപാടി. പിന്നാലെ തൃശൂരിലും ചാവക്കാടും നടക്കുന്ന പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദേശീയ നേതാക്കൾ ഇന്നു മുതൽ കേരളത്തിലെത്തും. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് കണ്ണൂരിലെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, സുഭാഷിണി അലി, അമർജിത് കൌർ തുടങ്ങിയവരും ഇന്നു മുതൽ വിവിധ മണ്ഡലങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കും. CPI ദേശീയ സെക്രട്ടറി D. രാജ ഇന്ന് തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന നടപടി ഇന്ന് ആരംഭിക്കും. അസന്നിഹിത വോട്ടർ വിഭാഗത്തിൽപ്പെടുത്തിയാണ് ഇവർക്ക് വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള സൌകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടം ഇന്നു മുതൽ ഏപ്രിൽ 19 വരെയാണ്. അർഹരായ വോട്ടർമാരുടെ വീടുകളിൽ പ്രത്യേക പോളിംഗ് സംഘങ്ങൾ എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തുക. മാവേലിക്കരയിൽ 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
മൂന്ന് മുന്നണികളും പ്രചരണത്തിൽ കടുത്ത പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. വിഷുദിനത്തിൽ പോലും പ്രവർത്തകർക്ക് വിശ്രമമുണ്ടായിരുന്നില്ല. കുടുംബയോഗങ്ങളിലും വിഷു ആഘോഷങ്ങളിലും പങ്കെടുത്ത് സ്ഥാനാർത്ഥികൾ വോട്ട് ഉറപ്പിക്കുകയായിരുന്നു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ ചങ്ങനാശ്ശേരിയിലെ സ്വീകരണ പരിപാടി ഇന്ന് രാവിലെ വടക്കേക്കരയിൽ നിന്ന് ആരംഭിച്ചു. NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലിയും ഇന്ന് ചങ്ങനാശ്ശേരിയിലാണ് പര്യടനം നടത്തുന്നത്. UDF സ്ഥാനാർത്ഥി കൊടിക്കൽ സുരേഷ് ഇന്നലെ കൊട്ടാരക്കരയിലെ കുളക്കട, നെടുവത്തൂർ, എഴുകോൺ പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം പൂർത്തിയാക്കി. പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള അവസാനഘട്ട പരിശീലന പരിപാടി ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം മറ്റന്നാൾ വൈകിട്ട് അവസാനിക്കാനിരിക്കെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. രാജ്യത്ത് 21 സംസ്ഥാനങ്ങളിലായുള്ള 102 ലോക്സഭാ മണ്ഡലങ്ങൾ ആദ്യഘട്ട വോട്ടെടുപ്പിന് സജ്ജമായി. ദേശീയ നേതാക്കൾ സജീവമായതോടെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും പ്രചാരണം ഊർജിതമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന ക്വിസ് ആദ്യഘട്ട മത്സരം ഇന്നു മുതൽ. ഈ മാസം 20 വരെ 6 കോർപ്പറേഷനുകളിലായാണ് ആദ്യഘട്ട മത്സരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലി ചരക്കുകപ്പലിൽ 17 ഇന്ത്യക്കാരുള്ള സാഹചര്യത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന സംഭവ വികാസങ്ങളിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചതായി ശ്രീ S. ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഇറാൻ ഗവൺമെന്റുമായി ആശയവിനിമയം തുടരുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ചരക്കുകപ്പലിൽ കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ്, മാനന്തവാടി സ്വദേശി PV ധനേഷ്, പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവർ അകപ്പെട്ടിട്ടുണ്ട്. ഇവർ സുരക്ഷിതരാണെന്ന് വീട്ടുകാർക്ക് വിവരം ലഭിച്ചു. ഇനിയൊരു യുദ്ധം കൂടി താങ്ങാൻ പശ്ചിമേഷ്യയ്ക്കോ ലോകത്തിനോ കഴിയില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ്. വിനാശകരമായ സംഘർഷത്തിന്റെ തീവ്രത കുറച്ച് പരമാവധി സംയമനത്തിനുള്ള സമയമാണിതെന്നും ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. കൊല്ലം പൂരവും കുടമാറ്റവും ഇന്ന് വൈകിട്ട് ആശ്രാമം മൈതാനത്ത് നടക്കും. താമരക്കുളം മഹാഗണപതിയും പുതിയകാവ് ഭഗവതിയും മുഖാമുഖം നിന്നുള്ള കുടമാറ്റത്തിന് 10,000 സാക്ഷിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കൊല്ലം നഗരവും ആശ്രാമം മൈതാനവും പൂരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ചെറുപൂരങ്ങളുടെ വരവോടെ തന്നെ ജനങ്ങൾ പൂരാവേശത്തിലേക്കെത്തി. 13 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങളാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ എത്തിയത്. തുടർന്ന് ആനനീരാട്ടും ആനയൂട്ടും നടന്നു. വൈകിട്ട് ക്ഷേത്രമുറ്റത്ത് തിരുമുന്നിൽ മേളവും കുടമാറ്റവും നടക്കും. 5 ആനകൾ വീതം അണിനിരന്ന് 5 സെറ്റ് കുടകൾ വീതം മാറും. തുടർന്ന് ആശ്രാമം മൈതാനത്ത് നിറയുന്ന പൂരപ്രേമികളുടെ കണ്ണിനും കാതിനും നിറവായി കൊല്ലം പൂരം നടക്കും. താമരക്കുളം മഹാഗണപതിയും പുതിയകാവ് ഭഗവതിയും മുഖാമുഖം നിന്നുള്ള കുടമാറ്റത്തിൽ 11 ഗജവീരന്മാർ ഇരുഭാഗത്തും അണിനിരക്കും. 3 ആനകൾ കാഴ്ചക്കാരാകും. 15 സെറ്റ് വീതം കുടകളാണ് ഓരോ ഭാഗത്തും മാറുക. ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരും തൃക്കടവൂർ അഖിലും നേതൃത്വം നൽകുന്ന പാണ്ടിമേളത്തിൽ 140 വാദ്യകലാകാരന്മാർ കൊട്ടിക്കയറും. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ മറ്റന്നാൾ വരെ 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ഇന്നുച്ചയ്ക്ക് ഉൾപ്രദേശങ്ങളിലും തീരമേഖലകളിലും അന്തരീക്ഷ ആർദ്രത 60 മുതൽ 70 പരിധിയിലാവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. രാത്രി 7:30 ബംഗളൂരുവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 20 റൺസ് ജയം നേടി. ISL ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മോഹൻ ബഗാനും മുംബൈ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ ഗോവയിൽ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ FCക്കെതിരെ FC ഗോവയ്ക്ക് 1-3 ഗോളിന് ജയിച്ചു. ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 502 പോയിന്റ് താഴ്ന്ന് 73,732ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 141 പോയിന്റ് ഇടിഞ്ഞ് 22,377ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. ഗ്രാമിന് 55 രൂപ വർദ്ധിച്ച് 6,705 രൂപയും പവന് 440 രൂപ കൂടി 53,640 രൂപയുമായി. പാലക്കാട് നെല്ലിയാമ്പതിയിൽ റോഡിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. നെല്ലിയാമ്പതി കൂനംപാലം പോത്തുപാറ റോഡിൽ ജനവാസ മേഖലയോട് ചേർന്നാണ് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പത്തനംതിട്ട കോന്നി അട്ടത്തോട്ടിൽ ഭാര്യയുടെ അടിയേറ്റ് ഭർത്താവ് കൊല്ലപ്പെട്ടു. പടിഞ്ഞാറെ കോളനിയിൽ ഓലിക്കൽ വീട്ടിൽ രത്നാകരനാണ് മരിച്ചത്. ഭാര്യ ശാന്തയെ പമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാം ഓരോരുത്തരുടെയും ഭാവി നിർണ്ണയിക്കുന്നതാകുമെന്ന് കുന്നംകുളത്തെ റാലിയിൽ പ്രധാനമന്ത്രി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ രണ്ടാം ഘട്ട പ്രചാരണം ആരംഭിച്ചു. വന്യമൃഗശല്യം പ്രധാന വിഷയമെന്ന് റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധി. LDF പ്രചാരണത്തിനായി മുഖ്യമന്ത്രി തൃശൂരിൽ. സംസ്ഥാനത്ത് അസന്നിഹിത വോട്ടർമാർക്കായുള്ള വീട്ടിൽ വോട്ട് നടപടിക്ക് തുടക്കം. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലി ചരക്കുകപ്പലിലെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇറാനുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:50.